അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 26-ാം വാക്യം മുതൽ. പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനുമായിരിക്കുന്ന മനുഷ്യൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. അവൻ്റെ അടുക്കൽ ചെല്ലുക മാത്രമല്ല, അവനോട് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് വെളിപ്പെടുത്തി അവനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞ ഉടനെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. തുടർന്ന് ഫിലിപ്പോസ് അസ്തോദിലും അതിനുശേഷം കൈസരിയിലും എത്തി എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ ഉദ്ദേശ നിവൃത്തിക്ക് വേണ്ടി തൻ്റെ ദാസനെ ഒരു ദേശത്തേക്ക് അയക്കുക മാത്രമല്ല, അവിടുത്തെ പ്രവൃത്തി തികച്ച് മറ്റൊരു ദേശത്തേക്കും പരിശുദ്ധാത്മാവ് നടത്തുന്നു, കൊണ്ടുചെന്നെത്തിക്കുന്നു. യേശു കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട കർത്താവിൻ്റെ പ്രിയ പൈതൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതത്തിനുടമയായിത്തീരണം. അവൻ പോകുന്നത്, വരുന്നത്, ആയിരിക്കുന്നത്, ഏതെല്ലാം മേഖലയിൽ കൂടി ആയിരിക്കുന്ന അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ആയിരിക്കണമെന്ന് കർത്താവ് ആഴമായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.